ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡ്രോയർ സെക്ഷൻ ഉപയോഗിച്ചിട്ട് ഡ്രോയർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു. അതുപോലെ തന്നെ കിച്ചണിൽ ഒരു വാൾ ക്യാബിനറ്റ് ചെയ്യുന്നതും കണ്ടു. അതിനുശേഷം നമ്മൾ ചെയ്തത് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഫ്രെയിമിൻ്റെ ആ ഒരു ക്ലീറ്റൊക്കെ വെച്ച് സെറ്റാക്കുന്ന സമയത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബാസ്ക്കറ്റും അതുപോലെ തന്നെ ഈ ഡ്രോയറൊക്കെ ഈസി ആയിട്ട് സ്ലൈഡർ വെച്ചിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് ആപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഇപ്പോൾ ഡ്രോയർ ഈസി ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടിൽ അടിച്ച പോലെ തന്നെ ഒരു ഫ്രെയിം ബാക്കിൽ അടിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഈ ടോട്ടൽ ലെങ്ത് എത്രയാണോ ഈ ഒരു ഹൈറ്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ഒരു 10 mm കുറച്ചിട്ട് ഒരു പൈപ്പ് മുറിച്ചെടുക്കുക. അതായത് ഈ ഒരു അളവ് വന്നിട്ടുള്ളത് 24.4 ഇഞ്ചാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 24.58 ആണ്. അതായത് ഒരു 3/8 കുറച്ചിട്ട് ഒരു പൈപ്പ് മുറിച്ചെടുക്കുക. താഴെ ഒരു 5 mm ഇടുക, അതുപോലെ തന്നെ മുകളിൽ 5 mm ഇടുക. അങ്ങനെ 5 mm ഇട്ടതിന് ശേഷം നമ്മൾ ഈ താഴെ വെച്ച് ഈ ക്ലീറ്റിൻ്റെ അതേ മാർക്കിങ് ഇവിടെ എടുക്കുക. രണ്ടിനും ഒരുപോലെ തന്നെ എടുക്കുക. അപ്പോൾ ഇതാണ് ആ മാർക്കിങ് വരും. ആ മാർക്കിങ്ങിൽ നമ്മൾ ട്രൈ സ്കോർ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ക്ലീറ്റ് വെച്ച് കൊടുക്കേണ്ടത്. ആ ഒരു കണക്കിലേക്ക് ഇങ്ങനെ മാർക്കിങ് ഇട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു മാർക്കിങ് മാച്ചായിട്ട് നമ്മളിനി 2 പൈപ്പും കൂടി വെക്കണം. നമ്മൾ അതേപോലത്തെ ഒരു ഫ്രെയിം തന്നെ ഉണ്ടാക്കിയാലേ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇത് 3 കൂടി ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ ട്രൈ സ്കോർ വെച്ചിട്ടൊരു മാർക്കിങ് ഇടും. അപ്പോൾ ഈ ഒരു വരുന്ന ഭാഗത്തിന് ക്ലീറ്റ് വെക്കണം. അതുപോലെ തന്നെ ഇത് നമുക്ക് ബാസ്ക്കറ്റിൻ്റെ അതാണ്, ഇത് ഡ്രോവറിൻ്റെതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ വെക്കണം. അതുപോലെ തന്നെ നേരെ ഈ താഴെ വരുന്ന ഭാഗത്ത് ഈ താഴെ വരുന്ന ഈ ഒരു കാലിൻ്റെ ഇത്ര ഒരു ഭാഗം ഒരു 5 mm ഗ്യാപ്പ് വിട്ടിട്ട് ക്ലീറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ അതിനെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ 5 mm വിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈറ്റിൽ വേരിയേഷൻ വന്നതാണെങ്കിൽ ചില സമയത്ത് ഒരു മുഴ പോലെയൊക്കെ മുകളിൽ ഉണ്ടാവലുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആക്കി വിടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു സെൻറ്ററിലുള്ള പീസിന് കിട്ടും. അതേ അളവിൽ തന്നെ നമ്മൾ 2 സൈഡിലേക്കുള്ള ആ ഒരു കുത്തിനും ചെയ്യും. അപ്പോൾ സൈഡിലേക്കുള്ളത് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും വേണ്ട, ഒന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ സെൻറ്ററിലുള്ളതിന് താഴെ മുകളിലുമായിട്ട് ഇങ്ങനെ ഈ സൈഡിൽ വരും, ഈ ഒരു ഭാഗത്തും വരും. ഈ ഒരു ഭാഗത്ത് വരുന്നത് സ്ലൈഡർ സെറ്റ് ചെയ്യാനുള്ളതും ഇത് വരുന്നത് നമുക്ക് ആ ഒരു 2 ഫ്രെയിമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തും വരണം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി ക്ലീറ്റ് വെച്ചതിന് ശേഷം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഫ്രെയിമിന് കണക്കായിട്ട് ബാക്കിലേക്ക് മുറിച്ച പീസ് സൈഡിലേക്ക് മുറിച്ച പീസുകളെല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് ആദ്യം ബന്ധിപ്പിച്ചിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അതവിടെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്ലൈഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം ഒന്ന് സെറ്റാക്കിയാണ്. അപ്പോൾ ഫ്രെയിം ബാക്കിലേക്കുള്ള ആ ഒരു ഫ്രെയിമും കൂടി സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ സ്ലൈഡറിൻ്റെ നീളം കണക്കാക്കിയിട്ട് 6 പീസ് ഇതുപോലത്തെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ബന്ധിപ്പിക്കാം. ഇതും കൂടി ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡർ പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ സംഭവം ഫ്രെയിമായി. അപ്പോൾ സ്ലൈഡർ സെറ്റാക്കാൻ വേണ്ടി പോയാണ്. 18 ഇഞ്ചിൻ്റെ ടെലസ്കോപ്പിക് സ്ലൈഡറാണ് വാങ്ങിയിട്ടുള്ളത്. അതിങ്ങനെ അയച്ചെടുത്തിട്ട് നമുക്കിപ്പോൾ വേണ്ടത് ഇങ്ങനെയാണ്. അതെല്ലാം ഞാൻ ഈ ടോപ്പ് ലെവലിൽ വരുന്ന വിധത്തിലാണ് സെറ്റാക്കുന്നത്. വേണമെങ്കിൽ അടിഭാഗ ലെവലിൽ വരുന്ന വിധത്തിൽ സെറ്റാക്കാം. ഞാനിതെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാറാനൊന്നുമില്ല. അവിടെ കൊണ്ടുപോയി നേരെ അങ്ങ് ഫിറ്റാക്കിയാൽ മതി. ഞാനിപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഇവിടെ ഒന്നും സ്ക്രൂ ചെയ്തിട്ടില്ല. ഇത് അഴിക്കേണ്ടതാണ്. ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ലെവലൊന്നും ചെയ്തിട്ടില്ല. ഫ്ലോർ അവിടെ ലെവലിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ ഏതായാലും ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് പോകാമെന്നുള്ളതല്ലോ. അപ്പോൾ ആദ്യം സ്ലൈഡർ സെറ്റ് ചെയ്യുന്നത്. സ്ലൈഡർ ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് സെറ്റാക്കുക.
ഇപ്പോൾ സ്ലൈഡർ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ ബോളിൻ്റെ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് നീക്കി വെക്കും. ബോളിൻ്റെ അകത്തേക്ക് പൊടി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഡ്രിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ചെറുതായിട്ട് അങ്ങ് നീക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ അതൊന്ന് റിവറ്റ് അടിച്ച് സെറ്റാക്കിയാണ്. അപ്പോൾ ഓളടിക്കുന്ന സമയത്ത് ഈ ഓവലായിട്ടുള്ള ഷേപ്പിലുള്ളതിൻ്റെ സെൻറ്ററിൽ അടിക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 180 മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം അഴിച്ചിട്ട് സെറ്റാക്കുക. അപ്പോൾ സെറ്റാക്കുന്ന സമയത്ത് ഇവിടുന്ന് 180 വിട്ടിട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് ഇവിടുന്ന് 180 വിട്ടിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് കംപ്ലീറ്റ് അടഞ്ഞു കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ലൈഡറിൻ്റെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് 2 ഹോൾ അടിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡോറ് ഫ്രണ്ട് വരുന്ന ഭാഗത്ത് സ്ക്രൂ അഡീഷണലായിട്ട് കൊടുക്കാണ്ട് തന്നെ പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ക്ലാമ്പ് പോലെയൊക്കെ വന്നിട്ടുള്ള ഭാഗം ഉണ്ടാവുക, അതിനകത്ത് സുഖസുന്ദരമായിട്ട് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഹോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ട്ലറിയുടെ കൂടെ ഇങ്ങനെ പാക്കിങ്ങിൽ ഒരു സാധനം ഇതുണ്ടാവും, കിറ്റ് ഉണ്ടാവും, സ്ക്രൂവിൻ്റെ കിറ്റ്, സ്ക്രൂ നെറ്റ് ഒക്കെ വരുന്ന കിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇത് പാക്കിങ് അഥവാ നമ്മൾ അളവ് മാറിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചെറിയ പാക്കിങ്ങും കൂടി അതിൽ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇത് സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ കട്ട്ലറിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനത് ആദ്യം തന്നെ സെറ്റാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാസ്ക്കറ്റിലും എല്ലാത്തിലും സെറ്റാക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് ഇങ്ങനെ മൂവ് ആവുന്നതും ഒന്ന് ഇങ്ങനെ മൂവ് ആകാൻ പറ്റുന്ന ഹോളിൽ തന്നെ ഇടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈറ്റിലും അതുപോലെ തന്നെ നീളത്തിലും ചെറിയ വേരിയേഷൻ വന്നാൽ, ചെറിയ ചരിവൊക്കെ വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കയറ്റി നോക്കാൻ വേണ്ടി പോയിന്ന് സ്ലൈഡറിൻ്റെ ഈ ഒരു ഭാഗം വലിച്ച് ഇങ്ങോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ റിമൂവ് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് വിട്ടാൽ മതി. ഇങ്ങനെ പോയി അവിടെ പോയി ലോക്കാവും. ഇനി നമ്മൾ വലിച്ച ഇങ്ങോട്ടേക്ക് വരില്ല, ഊരി വരില്ല, ലോക്ക് ഉണ്ടാവും. ലോക്ക് അഴിച്ചിട്ട് വേണമെങ്കിൽ ഈ 2 ലോക്ക് ഇങ്ങനെ അഴിച്ചിട്ട് പുറത്തേക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഇനി പ്ലേറ്റ് ബാസ്ക്കറ്റ് ചെയ്യാണ്ട് ഈ 2 ഡ്രോയറും കൂടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കിനി ഇപ്പോൾ സെറ്റാക്കാനുള്ളത്. ബാക്കി നമ്മൾ സൈറ്റിൽ നിന്നാണ് ചെയ്യും. അപ്പോൾ ഡ്രോയറിന് സ്ലൈഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ റിവറ്റ് അടിച്ചിട്ടാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞാൽ സ്കെയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡെപ്ത് ഗേജോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് 2 ഭാഗം ഒരേ അളവാക്കുക. അത് പറഞ്ഞ കാലത്തിൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ചാലും മതി. എന്നിട്ട് നമുക്ക് ആ ചരിവില്ലാതെ തന്നെ സ്മൂത്തായിട്ട് കയറി കിട്ടും. ഇപ്പോൾ ഡ്രോയറും പ്ലേറ്റ് ബാസ്ക്കറ്റും അതുപോലെ തന്നെ കട്ട്ലറിയും നമ്മൾ സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് സൈറ്റിൽ നിന്ന് എടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് വരുന്ന ഭാഗം ഇതിങ്ങനെ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇത് പിടിപ്പിക്കാനുള്ള ഈസി ആയിട്ടുള്ളൊരു വഴിയുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ മാർക്ക് ചെയ്യൽ ഇത് സെറ്റാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടല്ലേ. സൈറ്റിൽ നിന്ന് കാണാം നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ബാക്കി നമുക്ക് സൈറ്റിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ലൈഡറിൻ്റെ വരുന്ന ഭാഗം അതിൻ്റെ കിറ്റ് സംഭവങ്ങളെല്ലാം അഴിച്ച് പാർസലാക്കിയിട്ട് ഇവിടെ സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയി. ആദ്യം തന്നെ അത് സെറ്റാക്കിയിട്ട് നമ്മൾ ഡോറിലും ചെയ്യൽ. അപ്പോൾ സ്ലൈഡറിൻ്റെ അഴിച്ചു വെച്ച ആ ഒരു പീസ് ഇതിലേക്ക് കണ്ടു വയ്ക്കുക. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടി പോയി.
അപ്പോൾ ഈ ബാസ്ക്കറ്റ് സംഭവങ്ങൾ ഇട്ട് നോക്കി ഇതിൻ്റെ ഫ്രണ്ടിലെ ഡോറും കൂടി പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ബാക്കിൽ ഫിറ്റാക്കി ഫ്രെയിം അവിടെ ഫൈനലായിട്ട് ഫ്ലോറിലേക്കും മുകളിലേക്കായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമുക്കിത് എന്തെങ്കിലും ചെരിവോ കാരണങ്ങൾ ഇതെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചെടുക്കേണ്ടി വരും. നമുക്ക് ഇതുവരെ സ്മൂത്താണ്. അപ്പോൾ ഡോറൊക്കെ സെറ്റാക്കി തുടങ്ങി. ഡോറിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രോയർ വെക്കാണ്ട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിലേക്കുള്ള ആ ഒരു ബാസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ആദ്യം താഴത്താണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മാർക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കിയാലും ശരിക്കാവില്ല, ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് തുറന്നിട്ട് ചെയ്യുന്നതാണെങ്കിൽ അകത്തൊരാൾ കയറിയിട്ടുള്ള ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് സിമ്പിളായിട്ടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡ് അങ്ങ് അഴിക്കോ. അതിനുശേഷം അപ്പം ഇങ്ങനെ ആക്കുമോ. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഹൈറ്റ് കണക്കാക്കി വെച്ചിട്ട് വേണ്ട ഗ്യാപ്പും കൂടി വെക്കും. എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിലേക്ക് ഒരെല്ലാം കൊണ്ട് പീസ് ഇവിടുന്ന് വെച്ചിട്ട് സ്ക്രൂ ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഈ ഹോളില്ലേ, ഇതിലേക്ക് അതും കൂടി ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രോങ്ങിൽ തന്നെ നിൽക്കും, ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ സംഭവം സെറ്റായി കഴിഞ്ഞു, ഡോറിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സ്ലൈഡറിൻ്റെ ഒരു റിമൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തും കൂടി ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കും കൂടി ഓരോ സ്ക്രൂ വെച്ച് കൊടുക്കും. അപ്പോൾ അത് രണ്ടും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബോർഡ് ഇടാൻ വേണ്ടി പോയി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡ്രോയറിൻ്റെതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പ് കണക്കാക്കി വെക്കുക, 1/4 ഇഞ്ച് ഗ്യാപ്പ് സെൻറ്ററിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് കഴിച്ചെടുത്തിട്ട് മാർക്കിങ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്താൽ മതി. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ സാധാരണ ബോർഡ് നിർത്തിക്കൊണ്ടാണെങ്കിൽ നമുക്കിത് ഇത്ര സുഖമായിട്ട് ബാലൻസ് ചെയ്ത് വലിക്കാൻ വേണ്ടി പറ്റില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ബോർഡ് അയച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ സംഭവം കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മളെ സ്ലൈഡർ സെറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ മാറിയിട്ട് വന്നതും അതുപോലെ തന്നെ ഇൻട്രോ ഔട്ട്രോം ഈ ഒരു ടൈം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനായ ക്യാമറമാൻ കൊണ്ടുപോയിട്ട് മൈക്കിൻ്റെ പ്ലഗിൽ കുത്തേണ്ടത് ഇയർഫോണിൻ്റെ പ്ലഗിൽ കൊണ്ടുപോയി കുത്തി എടുത്ത ഫൂട്ടേജിലൊക്കെ നോയ്സ് വന്ന് കയറിയിട്ട് കംപ്ലീറ്റ് കളയേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എടുക്കേണ്ടി വന്നത്. അപ്പോൾ അതിൽ കുറച്ച് നല്ല ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മെമ്പർമാർക്ക് മാത്രമായിട്ടുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള ഓരോ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആയിരുന്നത്. അതുപോലെ തന്നെ ഇനിയും മെമ്പർമാരായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ എനാബിൾ ചെയ്താൽ ഈ കാണുന്നതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ ഉൾപ്പെടുത്താത്തതോ അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തതിൽ ഒരു 40% മാത്രമേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് വർക്കുകൾ ഇനിയും വരാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് പലതും കാണിക്കാതെ പോയിട്ടുണ്ട്. ഒരു പരിമിതി ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കൂടുതലായിട്ട് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ മെമ്പർമാർക്ക് മാത്രമായിട്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ അന്ന് ചെയ്യുന്ന ജോലി ഏതാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു പോസ്റ്റ് രാവിലെ ഇടുന്നതായിരിക്കും, ഇന്ന വർക്കാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നിക്കൽ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരാനുള്ള എല്ലാ ശ്രമം നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് പറയാനുള്ള ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.